നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നെ കണ്ടക്ടറായിട്ട് വിടരുത്, എന്നെ അവിടെ ഇരിക്കാൻ അനുവദിക്കണം. അത് മുമ്പേ എനിക്ക് തന്ന ഒരുപാട് വർഷമായിട്ട് ഞാൻ അവിടെ ഇരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, സഹോദരി, നിങ്ങളെ കൂടെ കണ്ടക്ടറായി ജോലി കയറി PSC വഴി പരീക്ഷ എഴുതി, നിങ്ങളും PSC പരീക്ഷ എഴുതി, അവരും PSC പരീക്ഷ എഴുതി. നിങ്ങളുടെ കൂടെ കണ്ടക്ടറായിട്ട് കയറിയ പല സഹോദരിമാരും ഈ ബസ്സിൽ ഒരു വെയിലത്ത് ചൂടത്ത്, വണ്ടിയിലെ ചൂടും യാത്രക്കാരെ തള്ളും ഇടിയും എല്ലാം സഹിച്ചുകൊണ്ട് ടിക്കറ്റ് കൊടുത്ത് KSRTC വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ, ഹലോ, ആ വണ്ടി വന്നില്ലേ വന്നില്ല, ശരി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നതിന് നിങ്ങൾ എല്ലാ ദിവസവും ശമ്പളം മാസത്തിൽ 25 ദിവസം ശമ്പളം എഴുതി മാറുകയാണ്. ഈ KSRTC ഡ്രൈവറും കണ്ടക്ടറും പെർമനന്റ് ആണെങ്കിൽ പോലും വണ്ടി പോയില്ലെങ്കിൽ അന്ന് ശമ്പളമില്ല. ആ ജോലി ചെയ്യുന്നവർ നിങ്ങളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? അവസാനം ഈ സഹോദരിക്ക് എന്റെ മുമ്പിൽ നിന്ന് എണീച്ച് ഓടിയാൽ മതി. ഞാൻ ഫോമിട്ടു മുഴുവൻ എടുക്കുകയാണോ മൊത്തം പറഞ്ഞ് മനസ്സിലാക്കി. അവരും ഞാൻ ഈ കൺട്രോൾ റൂമിൽ നിന്ന് ഫോൺ, എയർ കണ്ടീഷൻ മുറിയിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ടിരുന്നവരും ഈ ബസ്സിൽ പോകുന്ന കഷ്ടപ്പെടുന്ന ലേഡി കണ്ടക്ടർമാരും തമ്മിൽ എന്ത് വ്യത്യാസം? എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അല്ലെ, കുറച്ചുപേര് സൂഹിക്കുകയും കുറച്ചുപേര് പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമായി KSRTC മാറിയാൽ ഇത് നന്നാവാത്തതിന്റെ കാര്യം അതാണ്. എല്ലാവരും കണ്ടക്ടർ പണിക്ക്. ഇപ്പൊ ഇൻസ്പെക്ടർമാര് എല്ലാ ട്രേഡ് യൂണിയനുകളുടെ ആവശ്യപ്പെട്ടെന്താ, ഇൻസ്പെക്ടർമാരെ വ്യാപകമാക്കാം, എല്ലാ വണ്ടികളും പരിശോധിക്കണം. അഭിമാനത്തോടെ പറയട്ടെ, CMD സ്ക്വാഡ് ഉണ്ടാക്കി എല്ലാ ഇൻസ്പെക്ടർമാരുടെ രംഗത്തുള്ള യൂണിഫോം 30-ാം തീയതി യൂണിഫോം കിട്ടും. വന്നു കഴിഞ്ഞാൽ KSRTC ഇന്നലത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ ഓടുന്ന 52% ബസ്സുകൾ ഇൻസ്പെക്ടർമാർ പരിശോധിച്ചു കഴിഞ്ഞു. 65% ബസ്സുകൾ, ഒരു ദിവസം ഓടുന്നതിന് 65% ബസ്സുകൾ ഇൻസ്പെക്ടർമാർ പരിശോധിക്കാം എന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് CMD സ്ക്വാഡ് രൂപീകരിച്ചത്. അപ്പൊ ഇൻസ്പെക്ടർമാരെല്ലാം സജീവമായ രംഗത്ത് വന്നു. വണ്ടി കൈ കാണിച്ചാൽ ഇൻസ്പെക്ടർമാർ വണ്ടിയിൽ വിളിച്ചു വരുന്നത് എന്തെങ്കിലും പരാതി നിങ്ങൾക്കുണ്ടോ? അപ്പൊ എന്താ ജനങ്ങൾ പറയും, ചോദിക്കാനും പറയാനും ഈ വണ്ടിക്കകത്ത് ആളം വന്നത് തോന്നുന്നു. ഇൻസ്പെക്ടർ കയറി ടിക്കറ്റ് എല്ലാം പരിശോധിച്ചു, നിങ്ങൾ പരാതി ഉണ്ടോ? വണ്ടി സ്റ്റോപ്പിൽ നിർത്തില്ല, എന്തെങ്കിലും പരാതി? എന്തിനാ വണ്ടി വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടോ എന്ന് വരെ ഇൻസ്പെക്ടർമാർ തരുന്നത്. നമ്മൾ കണക്കെടുത്ത് നോക്കിയപ്പോൾ വണ്ടി വൃത്തിയായി കിടക്കുന്നതിനുള്ളതാണ് ഇൻസ്പെക്ടർമാരെ റിപ്പോർട്ടുകളിൽ ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ടിക്കറ്റിന്റെ അപാകത, ടിക്കറ്റ് എടുക്കാനുള്ള യാത്ര വളരെ കുറഞ്ഞിട്ടുണ്ട്. വലിയ വ്യത്യാസം. ടിക്കറ്റ് എടുക്കാനുള്ള യാത്രക്കാരെ പിടിക്കുന്ന വഴിയിൽ തന്നെ ഇൻസ്പെക്ടർമാർ വന്നതിന് ശേഷം വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നേട്ടമാണ്. അത്തരം ഒരു അച്ചടക്കം, ചോദിക്കാനും പറയാനും ഈ ബസ്സിൽ ഒരാളുണ്ട്. ഡ്രൈവറും കണ്ടക്ടറും അല്ലാതെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കയറി പറയാൻ, ചോദിക്കാനും പറയാനുമായി ഒരു ഇൻസ്പെക്ടർ വരും എന്ന് ചിന്തിക്കാൻ ഒരാളുണ്ട് എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ട്. അപ്പൊ ജനങ്ങൾ ഇരിക്കുന്ന യാത്രക്കാർ സന്തുഷ്ടരാണ്. കാരണം നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ പറയാൻ ഒരാൾ വേണമല്ലോ, ഇദ്ദേഹത്തോട് പറഞ്ഞാൽ ഇദ്ദേഹം അറിയിക്കുമല്ലോ എന്ന ഒരു ചിന്ത ജനങ്ങളിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ഇതെല്ലാം യാത്രക്കാരാണ് KSRTCയുടെ ദൈവം. KSRTCയുടെ ഏറ്റവും വലിയ ദൈവം എന്ന് പറയുന്ന യാത്രക്കാരാണ്. ആ യാത്രക്കാരനോട് അതിഥി ദേവോഭവ എന്ന് പറഞ്ഞ യാത്രക്കാരനാണ് നമ്മുടെ ദേവനും ദേവിയുമല്ല. അവരോട് സ്നേഹത്തോടെയും നന്നായും പെരുമാറിയാൽ ഈ പ്രസ്ഥാനത്തിൽ വിജയിക്കാൻ കഴിയും. ഈ പഴഞ്ചൻ വണ്ടികളെല്ലാം മാറും. നിങ്ങൾക്ക് ആശങ്ക വേണ്ട. സർക്കാർ കോടിക്കണക്കിന് വേണ്ട 48 കോടി രൂപ, ഈ വർഷവും ഏതാണ്ട് 108 കോടി രൂപയാണ് ധനകാര്യമന്ത്രി അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിലൂടെ KSRTCക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. ഈ വണ്ടികൾ വരുന്നതോടുകൂടി വണ്ടി വന്നതോടെ ഈ നിൽക്കാതെ വണ്ടി വരും. ഇപ്പൊ ഒരു സൂപ്പർ ഫാസ്റ്റ്, ഒരു ഫാസ്റ്റ് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച അത് ഞാൻ തന്നെ പരിശോധിച്ച് ഞാൻ തന്നെ ഓടിച്ചു നോക്കിയിട്ട് കൺഫേം ചെയ്താൽ തുടർന്ന് വണ്ടി വരും. വണ്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് വരും. ചെറിയ വണ്ടിയുടെ പണി നടക്കുന്നു, 2 തരം വണ്ടികൾ വരുന്നു. എയർ കണ്ടീഷൻ വണ്ടികൾ പണി തീരുന്നു. ഏതാണ്ട് ഈ മാസം അവസാനത്തോടുകൂടി ജൂലൈ പകുതി കഴിയുമ്പോഴേക്കും AC വണ്ടികളടക്കം പുതിയ സ്ലീപ്പർ ബസ്സുകളടക്കം എല്ലാം വരാൻ പോകും. ഇതെല്ലാം രംഗത്തേക്ക് വരും. KSRTC സ്കാനിയ ബസ്സുകൾ അവസാനിപ്പിച്ച് വോൾവോ ബസ്സുകൾ ഓണത്തോടുകൂടി ഇന്ത്യയിൽ ആദ്യമായി ഇറങ്ങുന്ന ഏറ്റവും ലെങ്ത് കൂടിയ വോൾവോ ബസ് നമ്മൾ ഓർഡർ ചെയ്യാണ്, നമ്മൾ വാങ്ങാൻ പോവാണ്. സ്ലീപ്പർ ബസ്സുകളുമുണ്ട്, സീറ്റുകളുണ്ട്. ഒരു ബസ്സിൽ ഏതാണ്ട് 55-58 പേർക്ക് ഇരിക്കാവുന്ന നീളം കൂടിയ ബസ്സാണ് വോൾവോയുടെ. അത് നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വണ്ടികളെല്ലാം തുടർച്ചയായിട്ട് വരാൻ പോവുകയാണ്. വണ്ടി വന്നു തുടങ്ങിയാൽ വണ്ടി നിർത്തരുതെന്ന് കമ്പനിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ബോഡി ആദ്യം ചെയ്തൊരു പരിശോധിക്കുന്ന ഒരു സമയം കൊണ്ട് ആ ഘട്ടമാണിപ്പോ. പരിശോധിച്ച് വണ്ടി ഇറങ്ങി തുടങ്ങിയാൽ പിന്നെ ചടപടാതെ വണ്ടി വരും. വണ്ടി വരുന്ന മുറയ്ക്ക് റോഡിലേക്ക് ഇറക്കും. ഒരു സൂപ്പർ ഫാസ്റ്റ്, ഒരു ഫാസ്റ്റ് വന്നിട്ടുണ്ട്. അത് ഏറ്റവും ദീർഘദൂരം പോകുന്ന വണ്ടി കൂടും. നമ്മള് ഒരു വണ്ടിയെ ഹൈബ്രിഡ് എയർ കണ്ടീഷൻ വെച്ച് നോക്കി. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന ഒരു ബസ്സിനെ രാവിലെ 8:30 മണിക്ക് പോകുന്ന ഒരു പുതിയ സർവീസ് സൂപ്പർ ഫാസ്റ്റിന്റെ ബസ്സിൽ ബാറ്ററി പ്രവർത്തിക്കുന്ന എയർ കണ്ടീഷൻ വെച്ചു. അത് വലിയ വിജയമാണ്. അത്തരത്തിൽ 10 ബസ്സുകൾ കൂടി എയർ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി ടെൻഡർ വിളിച്ചു. ടെൻഡർ ഉറപ്പിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ AC ചെയ്യും. കാരണം സാധാരണക്കാർക്ക് വലിയ ചാർജ് വർധനമില്ലാതെ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ നിന്ന് തൃശ്ശൂർ എത്തുമ്പോൾ വെറും 30 രൂപയുടെ വർധനമായിരുന്നു. പക്ഷെ എയർ കണ്ടീഷനാണ് വണ്ടി. ബാക്കി സൗകര്യങ്ങളൊക്കെ സൂപ്പർ ഫാസ്റ്റ് ഉള്ളത് തന്നെ. പക്ഷെ AC ആണ് വണ്ടി എന്നുള്ളത് കൊണ്ട്
നല്ല ഡിമാൻഡാണ്. ആ വണ്ടിയുടെ ഒരു ദിവസത്തെ ഏണിങ്സ് പെർ കിലോമീറ്റർ എന്ന് പറയുന്നത് 54-56 രൂപയാണ്. 58 രൂപ വരെ ഒന്നുണ്ട് പല ദിവസങ്ങളിൽ. അപ്പൊ അത് ലാഭകരമായി പോകുന്ന കണ്ടതുകൊണ്ട് 10 വണ്ടികൾ കൂടി നമ്മൾ ഹൈബ്രിഡ് AC ആക്കുന്നു. അങ്ങനെ ഓടുമ്പോൾ മൈലേജ് കുറയുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ബഹുഭൂരിപക്ഷം ഡ്രൈവർമാർ ഓടിക്കുമ്പോൾ 3.7 കിലോമീറ്റർ മൈലേജ്. ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്ക് ചിലർ ഓടിക്കുമ്പോൾ 2.5 പോയി. അത് ഓടിക്കുന്നതിനുള്ള കുഴപ്പമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. KSRTC മുഴുവൻ ഡ്രൈവർമാരെയും നാമക്കലിൽ അയച്ച് ട്രെയിൻ ചെയ്യാൻ പോകാൻ, കൂടുതൽ മൈലേജ് കിട്ടാനും സുരക്ഷിതമായ ഡ്രൈവിംഗ് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനും പുതിയ വണ്ടിയുടെ ടെക്നോളജികൾ മനസ്സിലാക്കി കൊടുക്കാനുമായിട്ട് മുഴുവൻ ഡ്രൈവർമാരെയും ബാച്ചായിട്ട് നാമക്കലിൽ അയക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടികൾ ഉടൻ തുടങ്ങും. കണ്ടക്ടർമാരുടെ പരിശീലനം തിരുവനന്തപുരത്തായി. കണ്ടക്ടർമാരെ